കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ സമയം ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ മറ്റുള്ളവരുടെ സഹതാപത്തിന് വേണ്ടിയാണോ മറ്റുള്ളവരുടെ ബഹുമാനത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? നിഹാല് തീരുമാനിച്ചു മറ്റുള്ളവരുടെ ബഹുമാനത്തിന് വേണ്ടിയാണ് അവൾ ജീവിക്കുന്നത്. വലിയൊരു കൈ കൊടുക്കാം. സഹതാപം കൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല. പക്ഷെ അതിലേക്ക് അവളെ എത്തിച്ചത് തീർച്ചയായിട്ടും ഈ തിരക്കിനിടയിലും നിന്റെ കൂടെ വന്ന ആ അമ്മാവന് വലിയൊരു കൈ കൊടുക്കണം, വലിയൊരു കൈ. പിന്നെ അവൾ സൂചിപ്പിച്ചു ഉമ്മ. ഞാൻ നിങ്ങളോട് ചിലരെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ആ കഥ. ഫാത്തിമ അൻസി എൻ്റെ നാട്ടുകാരിയാണ്, ജനിക്കുമ്പോഴേ അന്ധയാണ്, കണ്ണ് കാണില്ല. അവളെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ വീട്ടിൽ പോയി, എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. ഞാനൊരു 10 മിനിറ്റാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ 4 മണിക്കൂർ അവൾ അവിടെ എന്നെ പിടിച്ചു നിർത്തി. ഞാൻ മലയാളത്തിലാണ് അവരോട് സംസാരിക്കുന്നത്, പക്ഷെ അവൾ എന്നോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഞാൻ എത്ര മലയാളത്തിൽ ശ്രമിച്ചിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമേരിക്കൻ ആക്സെന്റ് ഇംഗ്ലീഷിൽ അവൾ സംസാരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് വലിയ സംഭവം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം 2 days and 1 night കൊണ്ടും 30 hours കൊണ്ടും നോ റിസൾട്ട് നോ പേയ്മെന്റ് എന്ന രീതിയിൽ 2009 മുതൽ ആളുകളെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാതെ. പക്ഷെ ഇവള്, ഈ കണ്ണ് കാണാത്ത ആള്, ഇത്ര മനോഹരമായി സംസാരിക്കുന്നു. ഞാൻ അവളോട് ചോദിച്ചു, ഫാത്തിമ അൻസി, ഹൗ മച്ച് ടൈം ഡിഡ് യു ടേക്ക് ടു ലേൺ ഇംഗ്ലീഷ്? ഇങ്ങനെ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ എത്ര സമയം എടുത്തു? അപ്പൊ അവൾ എന്നോട് പറയാണ്, സർ 10 hours, 10 മണിക്കൂർ. കണ്ണ് കാണാത്ത അവള്, കണ്ണ് കാണാത്ത ഫാത്തിമ അൻസി 10 മണിക്കൂർ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു. ഇപ്പോൾ അവിടെ എനിക്ക് തോന്നുന്ന ഒരു 10-13 ഭാഷ സംസാരിക്കും. ഞാൻ ചോദിച്ചു, എങ്ങനെ അത് സംഭവിച്ചത്? അവൾ എന്നോട് പറയാണ്, സർ, ഐ എം എ പ്ലസ് ഗേൾ, ഐ ഹാവ് നോ ഐസ്, സോ ഐ ഹാവ് നോ വറീസ്. സാർ, ഞാനൊരു അനുഗ്രഹീതയായ പെൺകുട്ടിയാണ്, കാരണം എനിക്ക് വിഷമങ്ങളില്ല. എന്താണെന്നറിയോ? എനിക്ക് കണ്ണുകളില്ല. ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ, എൻ്റെ ഏകാഗ്രത മുഴുവൻ അവിടെയാവും. നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ, നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുകയാണോ, നിങ്ങൾ എന്നെ പറ്റി മോശം പറയണോ, ഇതൊന്നും എനിക്കറിയില്ല സർ, കാരണം ഞാൻ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ 100% എനിക്ക് ഏകാഗ്രത കൊടുക്കാൻ പറ്റുന്നു. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണ്? നമ്മളൊന്ന് വായിക്കാനിരിക്കുമ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാവും ഒരു ബന്ധമില്ലാത്ത സാധനങ്ങൾ തലേക്ക് വരിക, അല്ലേ? ഇതിനെയാണ് നമ്മൾ ഐറോണിക് പ്രോസസ് എന്ന് പറയാം. പക്ഷെ ഇവൾക്ക് ഐറോണിക് പ്രോസസ് ഇല്ല. അവള് കണ്ണ് ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടതല്ല, ജനിക്കുമ്പോഴേ കണ്ണില്ല അവൾക്ക്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിഷമങ്ങളില്ല. സാർ അങ്ങനെ ചോദിച്ചതുകൊണ്ട് ഇനി തീരെ വിഷമമില്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് നിഹാല പറഞ്ഞ ആ വാക്ക്, അതിന്റെ പ്രസക്തി. ഞാൻ ജനിച്ചപ്പോ ജോലി ഉണ്ടായിരുന്ന ജോലി ഒഴിവാക്കി എനിക്ക് വേണ്ടി ജീവിച്ചു. വളരെ ചെറുപ്പത്തില് ഒരു വിധവയായി ജീവിക്കുന്ന പോലെ ജീവിച്ചു. കാരണം ഭർത്താവുണ്ട്. പക്ഷെ എന്തായാലും ഒരു കണ്ണ് കാണാത്ത കുട്ടി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാം ഉള്ള ഒരു കുട്ടീനെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ എൻ്റെ ഉമ്മ തീരുമാനിച്ചത് ഇനി ഒരു കുട്ടി വേണ്ട എന്നാണ്. അങ്ങനെ എനിക്ക് വേണ്ടി, എൻ്റെ നിഴലായി, എൻ്റെ കൂടെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന, സർവവും ത്യജിച്ച ആ വലിയ സ്ത്രീ ഉണ്ടല്ലോ, ആ മാതൃകാ വനിത, അവരുടെ മുഖം മരിക്കുന്നതിന് മുമ്പൊന്നും കാണണമെന്നുണ്ട്. അത് നടക്കൂല. സാറ് ചോദിച്ചുകൊണ്ട് എൻ്റെ ആകെ ദുഃഖം അതാണ്, അല്ലാതെ കണ്ണുകളില്ലാത്ത ദുഃഖമൊന്നും എനിക്കില്ല. അപ്പോ ഞാൻ നിഹാല ഉമ്മാനെ പറ്റി പറഞ്ഞപ്പോ, ഉമ്മാന്റെ ഉള്ളിൽ കത്തുന്ന കനല്, എൻ്റെ മകളിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കണമെന്ന വാശി, ആ ഉമ്മാനോട് വലിയ റെസ്പെക്ട് തോന്നുകയാണ്. ഞാൻ ഫാത്തിമ അൻസിയുടെ വാക്കുകൾ ഓർക്കുകയാണ്. ഉമ്മ ഇവിടെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ, റിഗാർഡ്സ് അവർക്ക് അറിയിക്കാം. വലിയൊരു കൈ കൊടുക്കണം, വലിയൊരു കൈ.